ചിന്നസ്വാമി സ്റ്റേഡിയ ദുരന്തം ക്ഷണിച്ചുവരുത്തിയത്? സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. കാണികളും കായികപ്രേമികളും തടിച്ചുകൂടുന്ന വേദികളില് ആവേശം അലതല്ലുമ്പോൾ നിയമത്തിന്റെ എല്ലാ അതിരുവരമ്പുകളും ലംഘിക്കാനിടയാക്കുമെന്ന വസ്തുത മുൻകണ്ട് കർശന നിയന്ത്രണങ്ങൾ പാലിക്കാന് സംഘാടകരും നിയമപാലകരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ക്ഷണിച്ചുവരുത്തിയ ദുരന്തമായിരുന്നോ ബെംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേത്? നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും മറികടന്നാണ് IPL കിരീടം നേടിയ ബെംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ടീമിന് സ്വീകരണം ഏർപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട്. പരിപാടിക്ക് വഞ്ചനക്കൂട്ടം എത്തിച്ചേരാന് സാധ്യതയുണ്ടെന്നും വിക്ടറി പരേഡ് നടത്തുന്നത് ദുരന്തത്തിനിടയാക്കിയേക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് അവഗണിച്ചാണ് പരിപാടിയുടെ സംഘാടകരായ കർണാടക ക്രിക്കറ്റ് അസോസിയേഷന് പരേഡ് പ്രഖ്യാപിച്ചത്. വിക്ടറി പരേഡിന് അനുമതി നൽകിയിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും പറയുന്നു. ആദ്യമായാണ് ബെംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് IPL ജേതാക്കളാകുന്നത്. ഇതില് ആഹ്ലാദം പ്രകടിപ്പിക്കാനാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷന് പരിപാടി സംഘടിപ്പിച്ചത്. സംഘാടകരുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് വഞ്ചനക്കൂട്ടം എത്തിച്ചേർന്നു. 4 ലക്ഷം പേരാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും പരിസരത്തുമായി തടിച്ചുകൂടിയത്. സ്റ്റേഡിയത്തിലേക്ക് കടന്നുകയറാനുള്ള കാണികളുടെ തിക്കും തിരക്കുമാണ് അപകടത്തിനിടയാക്കിയത്. തിരക്കില് 14 വയസ്സുള്ള ബാലനടക്കം 11 പേര് മരണപ്പെട്ടു. 50ഓളം പേര് പരുക്കേറ്റ് ചികിത്സയിലാണ്. 35,000 പേരെ ഉൾക്കൊള്ളാന് സൗകര്യമുള്ള സ്റ്റേഡിയത്തില് 3 ലക്ഷം പേരാണ് കടന്നുപറ്റിയത്. പാസ് മുഖേന സ്റ്റേഡിയത്തിനകത്തേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുമെന്നായിരുന്നു സംഘാടകരുടെ ആദ്യ പ്രഖ്യാപനം. പിന്നീട് പ്രവേശനം സൗജന്യമാക്കുകയും എല്ലാവർക്കും സ്റ്റേഡിയത്തിലേക്ക് കയറാമെന്ന പ്രഖ്യാപനം വരികയും ഗേറ്റുകൾ തുറന്നിടുകയും ചെയ്തതോടെയാണ് വൻതിരക്ക് അനുഭവപ്പെട്ടത്. തിരക്ക് വർദ്ധിച്ചതോടെ ബാരിക്കേഡുകൾ തകർന്നു. പിന്നാലെ ആളുകളും നിലത്തുവീണു. നിലത്തുവീണവരെ ചവിട്ടിക്കയറിയാണ് പിന്നീട് ആളുകൾ അകത്തേക്ക് പ്രവേശിച്ചത്. സ്റ്റേഡിയത്തിന്റെ കവാടത്തില് ദുരന്തം സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്റ്റേഡിയത്തിനകത്ത് ആഘോഷങ്ങൾ തുടർന്നത് കടുത്ത വിമർശത്തിനിടയാക്കിയിട്ടുണ്ട്. ടീം അംഗങ്ങൾ ക്യാപ്റ്റന്റെ നേതൃത്വത്തില് IPL കിരീടവുമായി ഗ്രൗണ്ട് വലയം വയ്ക്കുകയും ആഘോഷ പരിപാടികളെല്ലാം മുൻനിശ്ചയിച്ച പ്രകാരം നടക്കുകയും ചെയ്തു. തുടർന്ന് വിരാട് കോഹ്ലി സദസ്സിനോട് സംസാരിച്ചു. സദസ്സിനു പുറത്ത് നടന്ന ദുരന്തം അറിയാതെയാണ് പരിപാടി തുടർന്നതെന്നാണ് സംഘാടകരുടെ വിശദീകരണം. ക്രിക്കറ്റ്, ഫുട്ബോള് തുടങ്ങിയ കായിക വിനോദങ്ങളോടുള്ള ഭ്രമം ഒരുതരം ലഹരിയായി വളർന്ന കാലമാണിത്. താരങ്ങളെ ആരാധനാ മനോഭാവത്തോടെയാണ് ക്രിക്കറ്റ് പ്രേമികൾ കാണുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾ ട്രോഫി നേടുമ്പോഴും ഇഷ്ടതാരങ്ങൾ മത്സരത്തിനെത്തുമ്പോഴും കായികപ്രേമികളിൽ അത് അതിരുവിട്ട ആഹ്ലാദ പ്രകടനത്തിനിടയാക്കുമെന്നതിന് അനുഭവങ്ങൾ ധാരാളം. ഇക്കഴിഞ്ഞ ജനുവരി 30-നാണ് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന രഞ്ജി ട്രോഫി മത്സരത്തില് ഒരു വ്യാഴവട്ടക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കളിക്കാനിറങ്ങിയ വിരാട് കോഹ്ലിയുടെ കളി കാണാന് തിങ്ങിക്കൂടിയ കാണികളുടെ തിക്കിലും തിരക്കിലും അകപ്പെട്ട് ഏതാനും പേർക്ക് പരുക്കേറ്റതും പോലീസുകാരന്റെ ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചതും. ക്രിക്കറ്റ് ഇന്ത്യക്കാർക്ക് ഭ്രാന്താണെന്ന് സൗത്ത് ആഫ്രിക്കൻ താരം ഡെയ്ൽ സ്റ്റെയിന് പറഞ്ഞത് വെറുതെയല്ല. കായിക വിനോദഭ്രമം ചിലപ്പോൾ കാണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലെത്തുകയും അത് ദുരന്തമായി പരിണമിക്കുകയും ചെയ്യാറുണ്ട്. അതാണ് 1980 ഓഗസ്റ്റ് 16-ന് കൊൽക്കത്തയിൽ സംഭവിച്ചത്. സീനിയർ ലീഗ് ഡിവിഷൻ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളും മോഹന് ബഗാനും തമ്മിലുള്ള മത്സരത്തിനിടെ കാണികൾ ഏറ്റുമുട്ടി. ഇതുമായി ബന്ധപ്പെട്ട തിക്കിലും തിരക്കിലും അകപ്പെട്ട് 16 പേര് മരണപ്പെട്ടു. ഇന്ത്യന് കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഇത്. വിദേശ രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് ഇത്തരം ദുരന്തങ്ങൾ. 2022 ഒക്ടോബർ ആദ്യത്തിൽ ഇന്തോനേഷ്യയിലെ കിഴക്കന് ജാവ പ്രവിശ്യയിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ചവര് 127 പേരാണ്. 180ഓളം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. 2001 മെയ് 9-ന് ഗാനയില് അക്ര സ്റ്റേഡിയത്തില് ദേശീയ മത്സരത്തിനിടെ ആരാധകർ അക്രമാസക്തരായതിനെ തുടർന്ന് പോലീസിന് കണ്ണീർവാതകം പ്രയോഗിക്കേണ്ടി വന്നു. തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും 130 പേർക്ക് ജീവന് നഷ്ടമായി. 1982 ഒക്ടോബർ 20-ന് മോസ്കോയിലെ ലുസ്കിനി സ്റ്റേഡിയത്തില് നടന്ന ഫുട്ബോൾ മത്സരത്തിനിടെയാണ് മറ്റൊരു ദുരന്തം. 340 പേര് മരിച്ചു. 1989 ഏപ്രിൽ 15-ന് ഇംഗ്ലണ്ടിലെ ഹിൽസ്ബറോ സ്റ്റേഡിയത്തില് FA കപ്പ് സെമി ഫൈനലിലെ ലിവർപൂളും നോട്ടിംഗ്ഹാം ഫോറസ്റ്റും തമ്മിൽ നടന്ന മത്സരത്തിനിടെയുണ്ടായ തിരക്കില് പെട്ട് മരിച്ചത് 97 പേരാണ്. 1964 പെറുവിലെ എസ്താഡിയയില് അർജന്റീനയും പെറുവും തമ്മിലുള്ള ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിനിടെ പെറുവിന്റെ ഒരു ഗോള് റഫറി നിഷേധിച്ചത് കലാപത്തിന് വഴിമരുന്നിട്ടു. 328 പേര് മരിച്ചു. കാണികളും കായികപ്രേമികളും തടിച്ചുകൂടുന്ന വേദികളില് ആവേശം അലതല്ലുമ്പോൾ നിയമത്തിന്റെ എല്ലാ അതിരുവരമ്പുകളും ലംഘിക്കാനിടയാക്കുമെന്ന വസ്തുത മുൻകണ്ട് കർശന നിയന്ത്രണങ്ങൾ പാലിക്കാന് സംഘാടകരും നിയമപാലകരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിയമപാലകർ നൽകുന്ന നിർദ്ദേശങ്ങൾ സംഘാടകർ പൂർണ്ണമായും അനുസരിക്കണം. അമിതാവേശത്തിൽ പോലീസിന്റെ ഉത്തരവുകളെ ലംഘിച്ച കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് ചിന്നസ്വാമി സ്റ്റേഡിയ ദുരന്തത്തിന്റെ മുഖ്യ ഉത്തരവാദികൾ. സംഭവം സംബന്ധിച്ച് മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് സിദ്ധരാമയ്യ സർക്കാർ.
ഉത്തരവാദികൾ ആരായാലും കർശന നിയമ നടപടികൾ സ്വീകരിക്കാൻ ആർജവം കാണിക്കണം സർക്കാര്.